റാം നാരായൺ റാം. നിങ്ങൾ ജപത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. ജപം, മന്ത്രം, ശബ്ദം, ശരീരം. ഈ ശരീരമത്രയും തന്നെ ഒരു മന്ത്രമാണ്. രക്തവും മന്ത്രമാണ്, അസ്ഥികളും മന്ത്രമാണ്, ശിരകളും ഉപശിരകളും മന്ത്രമാണ്. ശരീരത്തിലെ ഓരോ അവയവവും മന്ത്രമാണെങ്കിൽ അതിനാൽ മാത്രം ഇത് അവസാനിക്കുന്നില്ല. ഈ ശരീരം രൂപം കൊണ്ടത് എങ്ങനെയായാലും അതിന്റെ ഘടകങ്ങളും മന്ത്രങ്ങളാണ്. ഈ ദൃശ്യലോകം തന്നെ ഒരു മന്ത്രമാണ്. അതിന്റെ അർത്ഥം അതിയായ വിശാലമാണ്. ഈ നിമിഷത്തിലുള്ള ശബ്ദം തന്നെ മന്ത്രമാണ്. ഓരോ നിമിഷത്തിലും ഓരോ സാഹചര്യത്തിലും നാം ഉപയോഗിക്കുന്ന ശബ്ദം ആലോചനയ്ക്ക് അനുസരിച്ച് നാം അതിന് ഈ പേരു നൽകിയിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ജീവികളുടെയും ഉള്ളിലുമുള്ള എല്ലാ ശക്തികളുടെയും ഉള്ളിലുമുള്ളതായും സ്വാഭാവികമായി പുറത്തുവരുന്ന ശബ്ദം, അതേ ശബ്ദത്തെയാണ് ആശ്രയിച്ച് ഈ സൃഷ്ടി ഉണ്ടായത്. ആ ശബ്ദം എന്തായാലും ഏത് അടിസ്ഥാനത്തിൽ ഈ സൃഷ്ടി ഉണ്ടായതോ ആ നാദം തന്നെയാണ് ജപം. ആ ശബ്ദം രാത്രി പകലില്ലാതെ തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ നാദത്തെ ആശ്രയിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. അത് ഹ, യ, ബ, റ, ല എന്തുമാകാം. എന്തിനാണ് ഒരു ശബ്ദമുണ്ടായത്? ആലോചിച്ചാൽ അതൊന്നിനെ ആശ്രയിച്ചാണ് ഉദിച്ചത് എന്നത് മനസ്സിലാവും. റാം നാരായൺ റാം.